കിഫ്ബി വഴി 146 കോടി രൂപയാണ് ശബരിമല ഇടത്താവളത്തിന് അനുവദിച്ചതെന്ന് ദേവസ്വം മന്ത്രി. മെഡിക്കൽ കോളേജിന്റെ വികസനം ഉൾപ്പെടെ കോട്ടയത്ത് വിവിധ പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കിയതെന്നും VN വാസവൻ. 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി മുഖാന്തരം കോട്ടയം മെഡിക്കൽ കോളേജിന് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നാനോ ടെക്നോളജിയുടെ റിസർച്ച് സെൻറ്റർ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഏറ്റവും അവസാനം 47.18 കോടി രൂപയുടെ സ്പോർട്സ് കോംപ്ലക്സ്, ഇതെല്ലാം കിഫ്ബി മുഖാന്തരം നടക്കുകയും ചിലത് നടന്നു തീർക്കുകയും ചെയ്യും, ചിലത് ടെൻഡർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. 93 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കുടിവെള്ളത്തിന് വേണ്ടി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയിരിക്കുന്നു. കോട്ടയം ജില്ലാ ആസ്ഥാനത്ത് 220 കോടി രൂപയുടെ 10 നില ബഹുനില മന്ദിരം ജനറൽ ആശുപത്രിക്ക് വേണ്ടി പണി തീർന്നുകൊണ്ടിരിക്കുന്നു. കിഫ്ബിയാണ് പ്രോജക്റ്റ്. കോട്ടയം കുമരകം റോഡിന് 120 കോടി രൂപ ഇപ്പോൾ കിഫ്ബി മാറ്റിവെച്ചിരിക്കുന്നു. അതിൻ്റെ കല്ലിട്ട് തുടങ്ങി ഭൂമി ഏറ്റെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റുമാനൂർ റിംഗ് റോഡിന് 22.5 കോടി രൂപ ഇപ്പോൾ കിഫ്ബി അനുവദിച്ചിരിക്കുന്നു. ലളിതാംബിക അന്തർജന സാംസ്കാരിക നിലയത്തിന് വേണ്ടി കറുകച്ചാലിൽ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ 25 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ ആവശ്യത്തിനായി കോട്ടയം ജില്ലയിൽ തന്നെ 1900 കോടി രൂപ ഇപ്പോൾ കിഫ്ബി അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് മാറുന്നു. എൻ്റെ വകുപ്പിലാണെങ്കിൽ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് 146 കോടി രൂപ ഇടത്താവളങ്ങൾക്ക് വേണ്ടി തന്നിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മ്യൂസിയം ഞങ്ങൾ കോട്ടയത്ത് സ്ഥാപിച്ചിട്ടുണ്ട് സഹകരണ വകുപ്പിൽ. ആ അക്ഷര മ്യൂസിയത്തിന് ഇപ്പോൾ കിഫ്ബി 25 കോടി രൂപ അതിൻ്റെ സെക്കൻഡ് ഫേസിന് അനുവദിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കിഫ്ബി എന്ന ആശയം അർത്ഥപൂർണമായി വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത്